ഗോവിന്ദാപുരംകാരുടെ ദുഃഖം അതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. നെഞ്ചുപൊട്ടുന്ന സങ്കടമായിരുന്നു. കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ജീവൻ നഷ്ടമായി. റോഡരികിൽ മറ്റു വഴിയില്ലാതെ കിടന്നുറങ്ങിയ ആളുകൾ ലോറി പാഞ്ഞു കയറി അങ്ങനെ വലിയ ദാരുണമായ അപകടം. അതും കൃത്യമായ മുന്നറിയിപ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡുകൾ അടക്കം വെച്ച് അകത്തേക്ക് പ്രവേശനമില്ല എന്ന് വെച്ചിട്ടും മദ്യലഹരിയിലായിരുന്ന ആളുകൾ, മദ്യലഹരിയിലായിരുന്ന ഡ്രൈവർമാർ ഇതേപോലെ ആളുകൾക്കിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു. ഡ്രൈവർക്ക് ബോധമുണ്ടായിരുന്നില്ല, ഒപ്പം ഉണ്ടായിരുന്ന ക്ലീനറാണ്. രണ്ടുപേരും മാറി മാറി ഓടിച്ചു എന്നതാണ് മനസ്സിലാവുന്നത്. അതിന് സമാനമായ ഒരു സംഭവമാണ് ഇതാ തമിഴ്നാട്ടിൽ. അവിടുത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാഞ്ചീപുരത്ത് ഉള്ള ദൃശ്യമാണ് അല്ലെ മഹാബലിപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. കാഞ്ചീപുരത്തിലെ മഹാബലിപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. റോഡരികിൽ ഇരുന്ന സ്ത്രീകളുടെ ദേഹത്തേക്കാണ് കാർ ഇവിടെ പാഞ്ഞു കയറിയത്. 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കാർ ഡ്രൈവർ മദ്യലഹരിയിലെന്നാണ് സൂചന. പശുവിനെ മേയ്ക്കുന്നതിനിടയിൽ വിശ്രമിച്ച സ്ത്രീകളുടെ ദേഹത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത്. അവിടുത്തെ സങ്കടം, രോഷമൊക്കെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കെ.ബി. ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, കാർ പാഞ്ഞു കയറി 5 പേർക്ക് ജീവൻ നഷ്ടമായി. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? അത്യന്തം ദാരുണമായ സംഭവം. ഇതാ തുടർച്ചയായ 2ാം ദിവസം, കഴിഞ്ഞ ദിവസം ഇവിടെയായിരുന്നെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ മഹാബലിപുരത്ത് ആവർത്തിക്കപ്പെടുകയാണ്. അവിടുത്തെ മറ്റു വിവരങ്ങൾ എന്താണ്? തൃപ്രയാറിലുണ്ടായിരുന്ന ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ മഹാബലിപുരത്തും ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മദ്യപിച്ച് വാഹനമോടിച്ച യുവാവ് ഓടിച്ച കാറാണ് ഈ സ്ത്രീകളുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറിയത്. ഏതായാലും മഹാബലിപുരത്തിന് സമീപത്ത് ഉള്ള ഗ്രാമീണ മേഖലയിലാണ് ഈ അപകടമുണ്ടായത്. സ്ത്രീകളെല്ലാം ചേർന്ന് അവിടെ പശുവിനെ മേയ്ക്കുകയായിരുന്നു. അതിനിടയിൽ ഇവർ റോഡിന്റെ വശത്ത് ഇരിക്കുകയായിരുന്നു. ഇവരുടെ ദേഹത്തേക്ക് ഈ വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ഈ 5 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഏതായാലും ഇവരെല്ലാം തന്നെ പാണ്ടിത്തമേട് എന്ന് പറയുന്ന നിവാസികളാണ്. പെട്ടെന്ന് ഗ്രാമവാസികളെല്ലാം ഓടിക്കൂടി. പക്ഷേ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കൊക്കെ ഇവരുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. വിജയ, യശോദ, കാത്തായി, ഗൗരി, ആനന്ദമ്മാൾ എന്നിവരാണ് മരിച്ചത്. ഈ വാഹനം ഓടിച്ച യുവാവും അതുപോലെ തന്നെ അയാളുടെ സുഹൃത്തും കാറിലുണ്ടായിരുന്നു. വിവരം പറഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ ഇവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇവരെ പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത്. ഏതായാലും ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇങ്ങനെ വാഹനം ഓടിച്ച് 5 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇന്നലെ കേരളത്തിൽ ഉണ്ടായ അതിന് സമാനമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും ഉണ്ടായിരിക്കുന്നത്. മറ്റാർക്കെങ്കിലും പരിക്കുണ്ടോ ശ്രീധരൻ? അതുപോലെ തന്നെ ഇവരുടെ പശ്ചാത്തലം എന്താണ്? ഇവർ വന്നത് ഇവിടെ നിന്നാണ്? ആ റൂട്ടിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ പോലീസിന് ഇതിനകം തന്നെ? വാഹനം ഓടിക്കുന്നവർ ചെന്നൈ റൂട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും ഇവരുടെ പശ്ചാത്തലം അല്ലെങ്കിൽ ഇവരുടെ പേര് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇവർ ചെന്നൈ ഭാഗത്ത് നിന്ന് വന്നാണ്. ഇവർ മദ്യപിച്ച് അല്ലെങ്കിൽ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഏറ്റവും മറ്റാളുകൾക്ക്, അതായത് ഈ സ്ത്രീകളെ, ഈ 5 പേരാണ് അവിടെ കന്നുകാലികളെ മേച്ചുകൊണ്ടിരുന്നത്. ഈ 5 പേരുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഇടിച്ച് അവർ നിരനിരയായിട്ട് റോഡരികിൽ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അവരുടെ ദേഹത്തേക്കാണ് ഇങ്ങനെ കാറ് ഇടിച്ചു കയറിയത്. മറ്റാളുകൾക്കൊന്നും പരിക്കുള്ളതായിട്ട് വിവരമില്ല. ഏതായാലും ഈ 5 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ മഹാബലിപുരത്ത് നിന്ന് വരുന്നത്.